ജസ്റ്റ് 84,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു നീറ്റ് ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ. ഒരു 3-4 വർഷത്തോളം വലിയ ഉപയോഗം ഇല്ലാതെ കിടന്നൊരു വണ്ടിയാണ്. ഓണാവില്ലെന്ന് അറിയത്തില്ല, ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പെട്രോൾ ഒഴിച്ച് നോക്കിയിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഗൈസ്, കുറേ നാളിന് ശേഷം നമ്മൾ നല്ല കിടിലൊരു സാധനം വീഡിയോ ഇറക്കാനായിട്ട് പോവുകയാണ്. എനിക്കറിയാം കുറേ നാളുകൊണ്ട് നമ്മുടെ വ്ളോഗൊക്കെ വളരെ ശോകമായിരുന്നു. നമ്മൾ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിലൊന്നും വലിയ ആക്റ്റീവ് അല്ലാത്തത്. അത് മാത്രമല്ല, യൂട്യൂബിലൊന്നും മോട്ടോ വ്ളോഗിങ് കണ്ടന്റിന് പഴയ ഡിമാൻഡൊന്നും തന്നെ ഇല്ല. റീൽസിലാണ് കൂടുതലും റീച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കാനായിട്ടാണ് ഇപ്പം നിലവിൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് FC എടുത്ത് കോൾഡ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. 2 വർഷം ഉപയോഗിക്കാതിരുന്ന വണ്ടി ഏകദേശം 5 വർഷത്തോളം ഉപയോഗിക്കാതെ മാറ്റി സ്ക്രാപ്പിൽ കളഞ്ഞൊരു വണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ വണ്ടി നമ്മളൊന്ന് സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സ്റ്റാർട്ടാവില്ലെന്ന് എനിക്കറിയത്തില്ല. എൻജിൻ പണിയും മറ്റുള്ള പണികളൊക്കെ ആയിട്ട് ഒരുപാട് കംപ്ലൈൻ്റ് ആയിട്ട് സ്ക്രാപ്പിൽ കളഞ്ഞ വണ്ടിയാണ്. ഞാൻ ഒരു ചെറിയ വിലക്കിങ് എടുത്തുകൊണ്ട് വന്നതാണ്, നമുക്ക് ചെറിയ ചെറിയ പാർട്സിന് ആവശ്യം വന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഏത് വണ്ടിയാണ്, എങ്ങനെയുള്ള വണ്ടിയാണ് എന്നുള്ള കാര്യം നമുക്കിതേ നമ്മുടെ അപ്പുറത്ത് വണ്ടികൾ വെക്കുന്ന ഷെഡുണ്ടല്ലോ, അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഓട്ടോ ആണ്. നേരെ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടി വെക്കുന്ന നമ്മുടെ ഷെഡ് സ്വന്തം. അപ്പോൾ നമ്മുടെ ഡിസ്കവർ ഇതേ ഇരിക്കുന്നത്, ഇത് നമ്മുടെ സ്വന്തം ഡിസ്കവറാണ്. അപ്പോൾ ഇതിന് കുറച്ച് പാർട്സ് വേണമായിരുന്നു, കുറച്ച് ഷോക്കും, അതുപോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഷോക്ക്, അതുപോലെ തന്നെ ബാറ്ററി, അതുപോലെ തന്നെ വൈസറും, ചെറിയ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങൾ, ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമായിരുന്നു. അപ്പോൾ ഇത് പുതിയ മേടിക്കാനാണെങ്കിൽ നല്ല എമൗണ്ട് ആവും. നല്ല എമൗണ്ട് ആയാലും കുഴപ്പമില്ല, ആയാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് നല്ലൊരു ഡീല് കിട്ടി. ഏതൊരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്തൊക്കെയാലും അവർ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്നൊരു വണ്ടിയായിരുന്നു. സ്ക്രാപ്പിന് കൊടുത്തായിരിക്കാം. അപ്പം ഇത് 150 ഡിസ്കവർ 150 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാനിതുവരെ ഓണാക്കി നോക്കിയിട്ടില്ല, നമ്മളിത് കൊണ്ടുപോയി ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വണ്ടിയുടെ കുറച്ച് പാർട്സൊക്കെ എടുത്തതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വണ്ടികൾ നമുക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഇപ്പോഴത്തെ കോലം എന്നൊക്കെ പറയുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി. എൻജിൻ പണിയൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതേ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഓയിലും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേ നമുക്ക് എന്തൊക്കെയാലും ഷോക്കും അതുപോലെ തന്നെ ചെയിൻ സ്പ്രോക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പക്ക വർക്കിംഗ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. പിന്നെ സ്പെഷ്യൽ നമുക്ക് വേറെ ഉപയോഗമില്ല. അപ്പം നമുക്കിത് ഇവൻ ഓണാവില്ല എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഒരു 3-4 വർഷത്തോളം വലിയ ഉപയോഗം ഇല്ലാതെ കിടന്നൊരു വണ്ടിയാണ്. ഓണാവില്ലെന്ന് അറിയത്തില്ല, ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പെട്രോൾ ഒഴിച്ച് നോക്കിയിട്ട്. ഓക്കെ, നമ്മളങ്ങനെ കുപ്പിയിൽ പെട്രോൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് വണ്ടി ഒന്ന് ഇറക്കി നമുക്ക് വെച്ചിട്ട് നമുക്കതിൻ്റെ ഫ്യൂൽ ടാപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിനകത്ത് ഓസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ കോലം, ആക്ച്വൽ കോലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫുള്ള് പൊടി പിടിച്ചിതേ. എൻജിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. എൻജിനൊക്കെ ഫുള്ള് ലീക്കായിട്ട് ആ തുരുമ്പൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര നാളിത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന സാധനമാണ് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ നമ്മൾ ഫ്യൂൽ ടാപ്പ് ഇച്ചിരി കൂടെ അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അതെല്ലാം ലീക്കായി പോയാണ്. അപ്പോൾ വണ്ടി ഇതേ കിക്കർ ഉണ്ട്, നമുക്ക് വണ്ടി ഓണാക്കി വെച്ച് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ബാറ്ററി ഊരി കിടക്കുന്നത് കൊണ്ട് ഈ 2 സാധനം മുട്ടിയിരിക്കുമല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. റൈഡ് കൺട്രോളിനകത്ത് കൊടുത്തേക്കുന്ന സംഭവം എന്തോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ അടിയെ അടിച്ച് നോക്കാം. ഓണാണ്. വണ്ടി കുറേ അടിച്ച് നോക്കി, ഓണാവുന്നില്ല, ഒരു രക്ഷയില്ല കേട്ടോ. സംഭവം നോക്കിയപ്പം പെട്രോൾ ഇറങ്ങുന്നില്ല. നമ്മളത് മെയിനിലാണ് വെച്ചിരിക്കുന്നത്, റിസർവിലാണ്. മെയിനിൽ വെച്ചിട്ടും ഒരു രക്ഷയില്ല. നമ്മളെന്തൊക്കെയാലും ടാങ്കിൽ തുരുമ്പുണ്ടെന്ന് കണ്ടുപിടിച്ചതിനാൽ നമ്മൾ ഇനിയിപ്പോൾ ടാങ്ക് ഒന്ന് ഊതി നോക്കാം. ടാങ്ക് തുറന്ന് വെച്ചിട്ട് ഈ കണ്ടീഷനിൽ എന്തൊക്കെയാണ് വാവച്ച് ഊതാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തോർത്തെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. തോർത്ത് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വിരിച്ച് ഊതാം എന്നുള്ളൊരു പ്ലാനിലാണ്.
കുറേ അടിച്ചു നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും സ്പാർക്ക് പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പാർക്ക് പ്ലഗിൽ ഇപ്പോൾ കറണ്ട് വരാൻ തക്കവണ്ണം പ്രശ്നങ്ങളൊന്നും, കറണ്ട് വരാതിരിക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാർബറേറ്ററിൽ പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ പെട്ടെന്ന് ഊറി പോവുകയാണ്. അതൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്രോൾ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു നോക്കാം. ഓണാനുള്ള പെട്രോൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ അവസാനം ഓസ് ഊരിയിട്ട് വെച്ച് ഊതി പ്രഷർ കൊടുത്ത് ആ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓണാൻ വേണ്ടിയിട്ട് നമ്മൾ ഊതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് മിസ്. ഇതാണോ? ഇത് ഉപയോഗിക്കാൻ വെച്ചിരുന്ന വണ്ടിയല്ലേ, ഓണാവില്ലോ എന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. എൻജിൻ കംപ്ലൈൻറ്റ് സ്ക്രാപ്പിന് കൊടുത്ത വണ്ടിയില്ലേ, അവിടെ നിർത്തേണ്ടി വന്നേ. അത് കുറേ ആളോട് ഇവിടെ ഇരിക്കുമല്ലേ, സ്റ്റാർട്ടായാൽ മതി. നോക്കുവന്ന് വീഡിയോയ്ക്ക് വേണ്ടി. രക്ഷയില്ല കേട്ടോ, കാണാൻ തോന്നുന്നില്ല. ഏകദേശം ഓണായിട്ടുണ്ട്. ഇനി അതൊന്ന് കൈ കൊടുക്കുന്ന സമയത്തൊന്നും കൈ ഏകദേശം പോയി. കുറേ നാളെ ഒരു 3 വർഷത്തോളം ഉപയോഗിക്കാതിരുന്ന സാധനമാണ് ഇത്. പിന്നെ ഉപയോഗം ഓണാകുന്ന തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം ബാറ്ററി പോലും ഇല്ലല്ലോ. ഇരുമ്പൊക്കെ എടുത്ത് കാർബറേറ്ററിലോട്ട് ഫുള്ള് കരടായിരിക്കും. അങ്ങനെ ഏകദേശം നമ്മുടെ വണ്ടി ഓണാകുന്നതിൻ്റെ വക്കിൽ നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ ഇവിടെയൊക്കെയോ തകരാറുണ്ട്. ഈ ഒരു വണ്ടിക്ക് കാർബറേറ്ററൊന്നും അങ്ങനെ കൊണ്ട് പെട്ടെന്ന് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫൈനലി നമ്മൾ ടാപ്പ് വെച്ച് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേ പെട്രോൾ വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു വണ്ടി ഓണാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മളിത് ഒന്നും കൂടെ വെച്ചിട്ട് നമ്മൾ വണ്ടി പെട്രോൾ ഇറക്കിയതിന് ശേഷം നമ്മളൊന്നും കൂടെ ഒന്ന് നോക്കുകയാണ് കേട്ടോ, വണ്ടിയിൽ ഓണാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓണാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. യെസ്, നമുക്കെന്തെങ്കിലും ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് വണ്ടി അടിച്ച് ഓണാക്കി നോക്കാം. ഇതെന്തെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പോയി. റബ്ബായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ഭാഗികമായി ഓണാക്കിയിരിക്കുകയാണ്. അതായത് ഒരു വലിയ റബ്ബിങ്ങിനോ ഓടിക്കാൻ പറ്റുന്ന സെറ്റപ്പിലോട്ടോ ഒന്നും നമുക്ക് ഇപ്പം തൽക്കാലം, ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ചുമ്മാ ഇരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയതാണ് കേട്ടോ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ ആ ഒരു വീഡിയോ പകർത്തി എത്തിച്ചതാണ്. ഈ വണ്ടിക്കടെ എനിക്ക് തോന്നുന്നത് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ഫുള്ള് ചെളിയും തുരുമ്പും ഒക്കെയാണ്. അതുകൊണ്ടായിരിക്കും വണ്ടി ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്നൊരു ലെവലിലോട്ട് ഓണാവാത്തത്.
വേണമെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്ത് ഇത് ഒരു റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഒരു ഓടിക്കുന്ന ലെവലോട്ട് എത്തിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഉടൻ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പം നിലവിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എൻജിനൊക്കെ അത്യാവശ്യം വാമായി. അപ്പോൾ എനിക്ക് ഓടിക്കാനായിട്ട് പറ്റിയില്ല. അതേ കണ്ടീഷനൊക്കെ കണ്ടില്ലേ, അത് സ്പീഡോമീറ്ററിൻ്റെ കേബിളാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഓടിക്കാൻ പറ്റാഞ്ഞത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഞാൻ കാർബറേറ്ററിനകത്തുനിന്ന് ഈ ട്യൂബിൽ നിന്ന് വെള്ളം പെട്രോൾ വരുന്നില്ലായിരുന്നു. ഇത് അഴിച്ച് ക്ലീൻ ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് ഓണായി, നിങ്ങൾ കണ്ടല്ലേ. ജസ്റ്റ് ഒന്ന് ഓണായിട്ട് വീണ്ടും വണ്ടി ഓണാവുന്നില്ല. എത്ര അടിച്ചിട്ടും വണ്ടി ഓണാവുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് തുരുമ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങി ആ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ഫുള്ള് എനിക്ക് തോന്നുന്നു കരടും കരളൊക്കെ ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാർബറേറ്ററും ക്ലീൻ ചെയ്ത് സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വണ്ടി എടുക്കാനൊക്കെ ഉള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വണ്ടി ഓണാക്കിയിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ ഒരു വണ്ടി ഓണാകും എന്നുള്ള കാര്യം. എൻജിൻ ഓയിൽ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. എല്ലാം ലീക്കായി തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ വണ്ടി. പിന്നെ നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത വണ്ടിയല്ല, ഇതെന്തൊക്കെയാലും ഇനി ഉപയോഗശൂന്യമായിട്ടുള്ള വണ്ടിയാണ്. ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. വലിയ എമൗണ്ട് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് ഡിസബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ. അല്ലെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഇളക്കി നമ്മുടെ ആ വണ്ടി റീസ്റ്റോർ ചെയ്താലോ എന്തുമായാലും കുഴപ്പമില്ല. ജസ്റ്റ് 84,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു നീറ്റ് ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ.